ഈ നമ്മൾ ഇവിടെ ക്യാമറയും ഈ മൈക്കുമായി നിന്നപ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുന്നു. ചേട്ടൻ ഇപ്പൊ പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്നത് സർക്കാർ എന്തെങ്കിലും പാവങ്ങൾക്ക് ഈ പണിക്ക് പോയിട്ട് ഒന്നും കിട്ടാതെ ഇരിക്കുമ്പോ വലയൊക്കെ കൊടുത്ത് അവരെ പച്ച പിടിച്ചിട്ടിരിക്കണമെന്നാണ് പറയുന്നത്. അവര് നിങ്ങൾ പറയുന്നത് പോലെ അവര് ആടിക്കുട്ടി. അതുകൊണ്ട് എന്തെങ്കിലും മത്സ്യത്തൊഴിലാളിക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് ഇത്രേ പറയാൻ പറ്റും. എണ്ണയ്ക്കും പെട്രോളിനെല്ലാം വില കയറ്റുന്നു, അതിന് ഇത്തിരി വില കുറയ്ക്കാൻ പറ്റും. ഇത് തന്നെ ഉള്ളത്. അത് മാത്രമല്ല കടപ്പുറം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൂടെ വെള്ളം പിടിക്കാൻ പറയാൻ ഇവിടെ സ്ഥലമില്ല. അതേ ഒന്നിൽ എല്ലാരും പറഞ്ഞു പ്രശ്നം. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു ആർബറെങ്കിലും വളം ചുറ്റി തരണം. അല്ലെങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റൂല. എണ്ണ വില കയറ്റം ഞങ്ങൾക്ക് പോയാൽ ഒന്നും ഇല്ല കടലില്. ഈ സർക്കാരെങ്കിലും വിചാരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുക. ഇവിടെ നണ്ടിനെങ്കിലും ഞങ്ങൾ പോയി ജീവിക്കും. ഒരു ആർബറം വന്നു കഴിഞ്ഞാൽ ഇവിടെ വിഴിയത്ത് പോകുമ്പോൾ ഞങ്ങൾ എത്ര ചിലവെന്നറിയോ? ഒരു വണ്ടിക്കനെ 3000 രൂപ ഞങ്ങൾ ഓടിക്കാണ് ഇവിടെ പോകുമ്പോൾ. തിരിച്ചു വരുമ്പോൾ 3000. ഒന്നില്ല, ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? ഇത്രയും ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? തീരത്തിന് വിഴിഞ്ഞ ആർബർ വന്നുണ്ട്. അത് വന്നുകൊണ്ടാണ് ഇത്രയും ഇവിടെ നശിച്ചത്. ഇന്ന് മാത്രം വീട് പോയി. ഇന്നും വീടുകളില്ലാതെ എത്ര പേര് ഇവിടെ കിടക്കുന്നു. അവരെന്ത് ചെയ്തു വരും? നിങ്ങൾ വലിയ സമരം നടത്തിയതായിരുന്നു. വലിയ സമരവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സർക്കാർ അറിയാതെ അങ്ങനെ പോയി. ഇവിടെ ആരും അനങ്ങുന്നില്ല. വലിയ സമരം വന്നപ്പോൾ രൂപത എല്ലാം പങ്കെടുത്തില്ലേ? ഇവര് ഗവൺമെന്റ് എന്തൊരു ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. അവർ 7 കാര്യം പറഞ്ഞിട്ടുണ്ട്, 6 കാര്യം സമ്മതിച്ചു കൊടുത്തു. ഒന്നും നടപ്പിലായില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ തുടർച്ചയിലേക്ക് പോകുന്നുണ്ടോ? സർക്കാർ മനസ്സറി ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയല്ലേ? ഈ ജനങ്ങൾ നശിക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കുന്നു. വോട്ട് ചെയ്തിട്ട് പറയാം ഞങ്ങൾക്ക് എന്തിനാണ് ഗുണമുള്ളത്? അപ്പൊ തന്നെ ചോദിക്കണ്ടേ? ഇനി വരുമ്പോ ചോദിക്കണം. ആരെ ചോദിക്കണമെന്ന് നേതാക്കന്മാരെ കൊണ്ടുവരും. ഞങ്ങളെ പോലുള്ളവർ ഒരു കുപ്പി സാധനം നോക്കും. 10 പേരെ വിളിച്ചുകൊണ്ട് പോകണ്. ജോലിക്ക് കുടിക്കുമ്പോൾ അവരെ 10 പേരെ വിളിച്ചിട്ട് പോകണം. വേറെ കുപ്പി കൊടുക്കുന്നു. അവന്മാര് കുടിച്ചോളൂ, അവന്മാർക്കാണ് നിൽക്കുന്നത്. ജനങ്ങളിതാ ഞങ്ങളെ കഷ്ടപ്പെടുന്ന ആരാണ് പറയുന്നത്? ഞങ്ങൾക്ക് ഒരു പ്രതികൂലമല്ല. ഏത് ഭരണം വന്നു കഴിഞ്ഞാലും ആരായാലും വ്യത്യാസമൊന്നുമില്ല. ഇല്ല. അതുകൊണ്ടാണ് BJP ഞങ്ങൾ പറ്റില്ല. അല്ലാതെ പിന്നെ വേറെ എന്തിനാ വേണ്ടി? അങ്ങനെ ബന്ധുവല്ലം ചെയ്യട്ടെ. അല്ല ഇവര് മാറി തിരിച്ചും ഭരിക്കുന്നത്. ഞങ്ങൾക്കുള്ള ഗുണം എന്തിനാണ്? ഒരു ഗുണവും ഇല്ല. ഇത് ഈ ചേട്ടന്റെ അത് രോഷപ്രകടനമല്ല, അത് അവരുടെ ഒരു അവസ്ഥ കൊണ്ടുള്ളൊരു പ്രതികരണമാണ് കേൾക്കുന്നത്. അതാണ് ഏറ്റവും സങ്കടകരം. ഇവരുടെ തൊഴിലെന്നൊക്കെ പറഞ്ഞാൽ അത് ആ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അത് ഒരുപാടാണ്. എത്ര മണിക്കാണ് പുറപ്പെടുക മത്സ്യബന്ധനത്തിനായിട്ട്? ഞങ്ങൾ ഇവിടെ 3 മണിക്ക് പോകും. തിരിച്ചു വന്നാൽ രാവിലെ ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. എന്താ കിട്ടിയത്? ഇതാണ് കിട്ടിയതാണ്. ഈ 500 രൂപയാണ് കിട്ടിയത്. നഷ്ടം വെച്ച് മണ്ണെണ്ണ കടം വെച്ച് 500 രൂപയാണ് കിട്ടിയത്. എത്ര രൂപയ്ക്ക് മണ്ണെണ്ണ അടിച്ചത്? മണ്ണെണ്ണ 10,000, 20,000, 25,000 രൂപ. അത് കര പോയോണ്ടാണ്.